ഇതിപ്പോ ഇതാ എന്റെ വീട്ടിന്റെ നേരെ മുമ്പിൽ നിങ്ങൾ കൂടി വന്നിരിക്കുന്ന സ്ഥലമാണല്ലോ ഇതല്ല. ഈ വീട്ടിന്റെ മുമ്പിൽ 14 ഏക്കറിൽ നടത്തിയിരിക്കുന്ന ഇവന്റെ ഒടുക്കത്തിന്റെ ഒരു ഹബ്ബ് ഒരു ഹബ്ബ് നടത്തുന്നുണ്ട് ഇയാൾ. ഹബ്ബ് പിന്നെ എഡ്യൂക്കേഷൻ ഹബ്ബ്. ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് അവിടെ നടത്തിയതിന്റെ ഫലം എന്താ? ഈ പ്രദേശം മുഴുവൻ തന്നെ മൂർഖൻ ബാബ് ഉൾപ്പെടെ ഇവിടെ പ്രളയമാണ് ഇവിടെ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. മൂർഖൻ ബാബിന്റെ പ്രളയമാണ് ഇവിടെ. അവിടെ കേരളത്തിൽ ഈ 10 വർഷക്കാലം കൊണ്ട് അത് ശരിക്കും ആരെങ്കിലും വളരെ ശാസ്ത്രീയമായി ഗൗരവപരമായി പഠനം നടത്തിയാൽ ഇയാൾ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വലിയ കോടതിക്ക് അത് കേസ് കൊടുത്താൽ ഒരുപക്ഷെ ഈ ചങ്ങായി അപ്പോഴത്തേക്ക് ചത്തുപോയാൽ പോലും ഇയാളെ തൂക്കിക്കൊല്ലേണ്ടതാണെന്ന് കോടതി വിധി പ്രഖ്യാപിക്കും. RSSന്റെ കയ്യിൽ നിന്ന് അവരുടെ പിൻബലത്തോടുകൂടി അവരുടെ അനുഗ്രഹാശിസുകളോടെ വിജയം നടത്തിയിരിക്കുന്ന തെമ്മാടിത്തങ്ങളുടെ ഒരു പരിണിത ഫലം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സംഭവത്തെ സമ്പൂർണമായി ഇയാൾ തകർത്തു, നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോ ഇതാ എന്റെ വീട്ടിന്റെ നേരെ മുമ്പിൽ നിങ്ങൾ കൂടി വന്നിരിക്കുന്ന സ്ഥലമാണല്ലോ ഇതല്ല. ഈ വീട്ടിന്റെ മുമ്പിൽ 14 ഏക്കറിൽ നടത്തിയിരിക്കുന്ന ഇവന്റെ ഒടുക്കത്തിന്റെ ഒരു ഹബ്ബ് ഒരു ഹബ്ബ് നടത്തുന്നുണ്ട് ഇയാൾ. ഹബ്ബ് പിന്നെ എഡ്യൂക്കേഷൻ ഹബ്ബ്. ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് അവിടെ നടത്തിയതിന്റെ ഫലം എന്താ? ഈ പ്രദേശം മുഴുവൻ തന്നെ മൂർഖൻ ബാബ് ഉൾപ്പെടെ ഇവിടെ പ്രളയമാണ് ഇവിടെ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. മൂർഖൻ ബാബിന്റെ പ്രളയമാണ് ഇവിടെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ചു. ഇതിനകത്ത് മുഴുവൻ തന്നെ പിന്നെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ മണ്ണും കിളച്ചിളക്കിയപ്പോ മാളങ്ങളിൽ ജീവിക്കുന്ന പാമ്പുകൾ മുഴുവൻ തന്നെ ഇറങ്ങി ഓടുകയാണ്. അവർക്ക് എവിടെയെങ്കിലും പോണ്ടേ. ഈ പോകുന്നതിന്റെ പല സംഭവത്തെ ഇവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് അത് ഉഷ്ണം കൊണ്ടല്ല, അവരുടെ ആവാസ വ്യവസ്ഥയെ നിങ്ങൾ തകർത്തു എന്നുള്ളതാണ്. അവരുടെ പാമ്പിന്റെ ജൈവികമായിരിക്കുന്ന ആവാസ വ്യവസ്ഥയെ നിങ്ങൾ തകർത്തു. ഈ തകർത്തതിന്റെ ഫലം എന്താ? നാട് മുഴുവൻ തന്നെ ഈ മൂർഖൻ ബാബുകൾ ഉണ്ടായി എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഒരു വക ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ചൂടെത്രയാണ്? നിങ്ങൾ 41-42 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ. ഒരു 10-11 മണിയാകുമ്പോൾ ഇവിടെ വരുന്ന ഹീറ്റ്, ഫാരൻ ഹീറ്റ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. 40 ഡിഗ്രി സെൽഷ്യസ് ആണിത്. ഇത്രയും വലിയ ചൂടുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്ന ഒരു കട്ടപ്പരക്കാണ് ഞാൻ താമസിക്കുന്നത്. ഈ കട്ടപ്പരക്കുന്ന ശരിക്കും AC സമാനമായ അവസ്ഥയിൽ ജീവിച്ചു വന്നിരിക്കുന്ന ഒരാളാണ്. യഥാർത്ഥമായ AC ആണ്. ഏത് കൊടും ചൂടിനകത്ത് പോലും എന്നെ ഇതൊന്നും ബാധിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോഴെന്തായി എന്ന് പറയാം, ഇപ്പൊ എന്റെ വീട്ടിനകത്ത് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നവരും ഫാൻ ഇട്ടിട്ട് എന്റെ ഇറയത്തിരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്ര മാരകമാവിധം പ്രകൃതിയെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കുന്നതിനെയാണ് നാം വികസനം എന്ന് പറഞ്ഞത്. ഇപ്പൊ വികസനം എന്തായിരിക്കണം? വാസ്തവത്തിൽ എന്തായിരിക്കണം വികസനം? ഇതാണ് പ്രാഥമികമായ ചോദ്യം. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാത്ത വികസനമായിരിക്കണം. ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന പണി എന്താണ്? ഈ കേരളത്തിലെമ്പാടും തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വിരൂപങ്ങളായ ധിക്കാരങ്ങൾ, ഈ ധിക്കാരത്തിന്റെ ഭാഗമായി വാങ്ങിയിരിക്കുന്ന കോടികളുടെ കമ്മീഷനുകൾ, ആ കമ്മീഷനകത്തെല്ലാം തന്നെ കിഫ്ബിയുടെ ഒരു ഫണ്ടിങ് ആണ്. ആ ഫണ്ടിങ്ങിന്റെ മേലെയാണ് ഭൂലോക ഉടായിപ്പിന്റെ ആളായിരിക്കുന്ന എബ്രഹാം ഇന്നലെ രാജിവെച്ചു. ഈ രാജിവെച്ചിരിക്കുന്ന ആൾക്കാർ ഇവരെല്ലാം കൂടി ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണ് ശരിക്ക്? ആ പ്രവൃത്തി മുഴുവൻ തന്നെ ഈ കേരളത്തെ സമ്പൂർണമായി കൊള്ളയടിക്കുകയായിരുന്നു. ഈ കൊള്ളയടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നഷ്ടമായത് എന്താണ് ശരിക്ക്? പ്രകൃതി എന്ന് പറയുന്ന മാർസിയൻ ഡയനറ്റിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത. വിജയൻ അത് അറിയില്ല. കാരണം വിജയൻ അതിനെക്കുറിച്ച് പ്രാഥമികമായ ഒന്നാമത് അയാൾ പാർട്ടി ക്ലാസ്സിൽ ഇരുന്ന ഒരാളല്ല അയാൾക്ക്. അതുകൊണ്ട് പാർട്ടി ക്ലാസ് എന്താണെന്ന് അയാൾക്ക് അറിയില്ല. ആളുകളെ പഠിപ്പിക്കാൻ മാത്രം ജനിച്ചിരിക്കുന്ന ഒരാളാണ്. തെരുതെരിക്ക് പോയിരിക്കുന്ന ഒരു ഭൂലോക വിഡ്ഢിയും കൂടിയാണ് അയാൾ. ഡയനറ്റിക്സ് ഓഫ് നേച്ചറിനകത്ത് വളരെ കൃത്യമായി എംഗൽസ് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് പ്രകൃതിയെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ കൊയ്യാൻ ശ്രമിച്ചാൽ ആദ്യ റൗണ്ടിൽ നിങ്ങൾ ഗംഭീരമായിരിക്കുന്ന പ്രതിഫലം പ്രകൃതി നിങ്ങൾക്ക് തരും. 2ാം തവണയും നിങ്ങൾക്ക് തരും. 3ാം തവണ നിങ്ങൾക്ക് എന്തെല്ലാം ഇന്നലെ വരെ തന്നിരുന്നുവോ അത് മുഴുവൻ പ്രകൃതി തിരിച്ചെടുക്കും. കാരണം പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന സംഭവമേ അല്ല. ഇതാണ് ഡയനറ്റിക്സ് എന്ന് പറയുന്ന സാധനം. ഈ ഡയനറ്റിക്സ് സംഭവത്തിനകത്ത് അളവ് ഗുണമായി മാറുന്നു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് കിടക്കുന്ന അവിടെയാണ്. ഈ പൊളിറ്റിക്സിന്റെ ഭാഗമായി വരുന്ന സംഗതിയെ സമ്പൂർണമായി നിഷേധിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ അട്ടിമറിക്കപ്പെടുന്നതിന്റെ ഫലം എന്താണ് ശരിക്ക്? മനുഷ്യന് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഭൂപ്രദേശമായി നാം ഈ കേരളത്തെ മാറ്റി എന്നുള്ളതാണ്.
അവിടെ കേരളത്തിൽ ഈ 10 വർഷക്കാലം കൊണ്ട് അത് ശരിക്കും ആരെങ്കിലും വളരെ ശാസ്ത്രീയമായി ഗൗരവപരമായി പഠനം നടത്തിയാൽ ഇയാൾ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വലിയ കോടതിക്ക് അത് കേസ് കൊടുത്താൽ ഒരുപക്ഷെ ഈ ചങ്ങായി അപ്പോഴത്തേക്ക് ചത്തുപോയിരിക്കും. ചത്തുപോയാൽ പോലും ഇയാളെ തൂക്കിക്കൊല്ലേണ്ടതാണെന്ന് കോടതി വിധി പ്രഖ്യാപിക്കും. അത്രമാത്രം വരാവുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളും ദുരന്തങ്ങളുമാണ് ഇയാൾ വരുത്തി വെച്ചത്. ഈ വരുത്തി വെച്ച സംഭവത്തെ മുഴുവൻ തന്നെ എന്തായി തീർന്നു? ഇതിനെ മുഴുവൻ തന്നെ ന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്വമാണ് പാർട്ടി സഖാക്കൾക്ക് കൊടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കെന്തില്ല, നിങ്ങൾക്ക് പാർട്ടിയുടെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല എന്ന തിട്ടൂരമാണ് ഇയാൾ പുറപ്പെടുവിച്ചത്. അതിന്റെ ഫലം എന്താണ്? ഇയാൾ പറയുന്ന നുണ ഏറ്റുപറയാൻ ഇവർ നിർബന്ധിക്കപ്പെട്ടു. ഇന്ന് ഇയാൾ ഈ പറയുന്ന ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ 2 പ്രധാനപ്പെട്ട വിഷയം എന്താ പറയുക? നിങ്ങൾ ഒന്ന്, പാലക്കാട്ട് പാർട്ടി ഓഫീസിനകത്ത് കയറി പോലീസുകാർ ആക്രമിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം വരുന്നത് എന്താന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓർഡറുകൾ ഏതോ ഒരു സർവീസ് സംഘടനയുടെ നേതാവ് പറ്റി ഇറക്കുന്നു എന്നൊരാണ്. സത്യത്തിൽ ഗോവിന്ദന് നാണം ഉളുപ്പില്ലേ പറയാൻ? ഉളുപ്പില്ലേ? ഈ KSUവിന്റെ കുട്ടികളുടെ തല അടിച്ചു പിടിച്ചപ്പോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാണ് അത് ജീവനരക്ഷാ പ്രവർത്തനമാണ് എന്ന്. എന്നിട്ട് ഗോവിന്ദൻ പറയാണ് പാർട്ടി നോക്കി നിൽക്കില്ല എന്ന്. ഏത് പാർട്ടിയുടെ നോക്കി നിൽക്കുക? 10 വർഷക്കാലമായി സമരം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരല്ലേ നിങ്ങൾ, അല്ലേ? പിന്നെ ട്രാൻസ്ഫർ ഓർഡർ ആണോ? നിങ്ങൾ ആരെയാണ് നിങ്ങൾക്ക് വേണ്ടി? അല്ലാതെ ഏതാളെയാണ് നിങ്ങൾ, ഏത് സ്ഥലത്താണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്? അല്ലെ, മുഴുവൻ ആളെ നിങ്ങൾ പുറത്തള്ളില്ലേ ചെയ്ത്? അല്ലാതെ മുഴുവൻ IAS ഉദ്യോഗസ്ഥന്മാർ IPS ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പുറത്താക്കിയപ്പോ ഈ ഡോക്ടർ അശോക് കുമാർ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനല്ലേ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം കൃത്യമായി പറഞ്ഞു, സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ തന്നെ എന്താണ്, കറപ്ഷനെതിരെ നിന്നിരിക്കുന്ന ആളുകളാണ്. ഇവിടെയാണ് ഇയാൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമില്ലേ, കുറെ അവതാരങ്ങൾ വരും. ഏതായിരുന്നു ഈ അവതാരം? നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയമല്ല. അപ്പൊ ഇങ്ങനെ പൊതുവിൽ വന്നിരിക്കുന്ന വിഷയം എന്താ പറഞ്ഞാല്, പാർട്ടി എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണ് ഇയാൾ ചെയ്തത്. ഈ അരാജകത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ള വഴി ഏതാണ്? ഇതാണ് പിന്നീട് വരുന്നത് രാഷ്ട്രീയമായ ചോദ്യമാണ്. അരാജകത്വം എത്തിക്കഴിഞ്ഞാൽ ഈ വഴി അത് പരിവാറിലേക്കുള്ള യാത്രയാണ്. ഈ സാധനം സംഘപരിവാറിലേക്ക് ആളെ കൂട്ടി കൊടുക്കുന്ന പണിയാണ് ഇയാൾ എടുത്തത്. നോക്കൂ, നിങ്ങൾ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനകത്ത് ഇവിടെ തമിഴ്നാടിൽ വെട്രി വണ്ടർ എന്ന് പറയുന്ന മറ്റേ വിജയന്റെ നേതൃത്വത്തിലുള്ള സാരം വന്നു. ബംഗാളിൽ മമതാ ബാനർജി ഔട്ടാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുള്ള സംഭവങ്ങളാണ്. ഇത്തരം സാധനങ്ങൾ വരുമ്പോൾ ഇതിനെല്ലാം പിറകിൽ നിന്ന് നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഏതാണ്? അത് രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ അദൃശ്യമായ കരങ്ങളാണ്. ഈ അദൃശ്യമായ കരങ്ങൾ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ രാഷ്ട്രീയം ചെയ്യിടുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കാവുന്ന വലിയ വിശാലമായിരിക്കുന്ന ഒരു മുന്നണി, ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുക എന്നൊരാൾ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ് ഗോർഗി ദിമിത്രോവിന്റെ ഐക്യമുന്നണി അടവുകൾ. ഈ ഐക്യമുന്നണി അടവിനെ സമർത്ഥമായി കേന്ദ്രം പൊളിക്കുകയായിരുന്നു അതിൽ വിജയം ചെയ്തത്. ആ വിജയം ചെയ്തതിന്റെ ഫലം എന്താണ്? 3 സീറ്റ് ഇപ്പൊ BJPക്ക് ഇവിടെ കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞു. 3 സീറ്റ്. ഇന്ന് ഇദ്ദേഹത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അയക്കുന്ന രാജീവ് ചന്ദ്രശേഖറോ മറ്റേതൊരു ഔദ്യോഗികമായിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അടുത്ത 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായി ഞങ്ങൾ വളരുമെന്ന് പറഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ CPMന്റെ കയ്യിലുള്ള ആയുധം എന്താണ്? എന്താണ് ആയുധം? കോൺഗ്രസിനെ തെറി വിളിക്കലാണോ? ഒരിക്കലും അല്ല. അപ്പൊ ഇത് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇയാൾ വാസ്തവത്തിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, RSSന്റെ കയ്യിൽ നിന്ന് അവരുടെ പിൻബലത്തോടു കൂടി അവരുടെ അനുഗ്രഹാശിസുകളുടെ വിജയം നടത്തിയിരിക്കുന്ന തെമ്മാടിത്തങ്ങളുടെ ഒരു പരിണിത ഫലം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സംഭവത്തെ സമ്പൂർണ്ണമായി ഇയാൾ തകർത്തു, നശിപ്പിച്ചു എന്നുള്ളതാണ്.